ഒരുപാട് നേരമായി നമ്മളൊരു ഹോട്ടൽ നോക്കാൻ തുടങ്ങിയിട്ട് സമയം ഉച്ച കഴിഞ്ഞ് 2:19 ഫുഡ് കഴിക്കാനായിട്ട് വരുന്ന വഴി ഹോട്ടലൊന്നും കണ്ടില്ല. അവസാനം കിട്ടുന്നത് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് ടോൾ പ്ലാസയ്ക്ക് അടുത്തുള്ള ഒരു ചെറിയ കടയിൽ കയറി. കിട്ടിയത് ബ്രെഡ് കൊണ്ടുണ്ടാക്കിയ ഒരു എണ്ണപ്പലഹാരമാണ്. മുളക് ബച്ചിയും കാബച്ചിയും മസാല ചേർത്ത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്നത് പോലെ ബ്രെഡിൽ മസാല ചേർത്ത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്നതാണ് ഇത്. പുതിയ ചട്നിയും കൂടെ തന്നെ കിട്ടും. വിശപ്പ് തീരാത്തോണ്ട് ജ്യൂസും ലേസും വെള്ളമൊക്കെ മേടിച്ചുകൊണ്ടാണ് വണ്ടിയിലോട്ട് കയറിയത്. ട്രക്ക് യാത്ര ആയാലും അല്ലാതെ വിനോദസഞ്ചാരത്തിന് വേണ്ടി നമ്മൾ ദൂരയാത്ര ചെയ്യുമ്പോഴും നമുക്ക് എല്ലാ ദിവസവും 3 നേരം ആഹാരം, നല്ലൊരു ആഹാരം കഴിച്ച് കിടക്കാന്നുള്ള പ്രതീക്ഷയൊന്നും ആർക്കും വേണ്ടല്ലേ. എപ്പോഴാണ് നമുക്ക് എന്താണ് കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല. കിട്ടുന്നതൊക്കെ അങ്ങ് കഴിച്ച് വിശപ്പൊക്കെ അടക്കിയെങ്കിൽ യാത്ര ചെയ്യുക, അത്രേ ഉള്ളൂ. നമുക്ക് ഇപ്പൊ ഇന്ന് കിട്ടിയെന്ന് വെച്ചാൽ ഒരു ബ്രെഡാണ്, അതിന്റെ പേര് പോലും നമുക്ക് അറിയത്തില്ല. അല്ലേ? മഴ വേണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പ്രധാനമായിരുന്നു സൈഡ് മിററിൽ കൂടെ പോലും ഒന്നും കാണാൻ കിട്ടുന്നില്ല. ഈ മഴ അതല്ലേ നല്ല ചൂടെടുത്തപ്പോ ഒന്ന് പറഞ്ഞു പോയതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ വളവ്, മലയെല്ലാം മഞ്ഞിനകത്തായിരുന്നു. അവിടെ ഒന്നും കാണാൻ പോയി, ദൂരക്കാഴ്ച ഒന്നും കാണാൻ പറ്റുന്നില്ല. മൊത്തത്തില് കോട കണക്ക് കിടക്കും അല്ലേ? ഇതായിരുന്നു ആ വളവ്. നല്ലൊരു വളവായിരുന്നു. ഇവിടെ നല്ല കാഴ്ചകൾ കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. പക്ഷേ മലയുണ്ട്, ആ മഞ്ഞിന്റെ മലയുണ്ട്. മലയൊന്നും കാണാൻ പറ്റുന്നില്ല. അത് മഴയിലത് കാണാൻ പറ്റുമായിരുന്നു. നല്ല രസമുള്ള സ്പോട്ടായിരുന്നു, പക്ഷെ നമുക്ക് കാണാൻ പറ്റിയില്ല. കാണാൻ ഇത്രയും നല്ല മഴ പെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ മഴ ഒരു രക്ഷയില്ല. അതുകൊണ്ട് നമുക്ക് ദൂരക്കാഴ്ച ഒന്നും കാണാൻ പറ്റുന്നില്ല. നമ്മളിത് ഭയങ്കര ഹൈറ്റിലോട്ട് കയറിക്കൊണ്ടിരിക്കും. നമ്മളെ ചുരമാണ് ഇവിടുത്തെ റോഡിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ റോഡും ഏകദേശം 1 കിലോമീറ്റർ 2 കിലോമീറ്റർ വെച്ച് ഇറക്കവും കയറ്റവും ആയിരിക്കും അല്ലേ? എല്ലാ റോഡും ഇപ്പൊ നമ്മളൊരു കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് വലിയ കുത്ത് കയറ്റമല്ല, ഒരു ഫ്ലോയിൽ അങ്ങനെ കയറി പോലെ എല്ലാ റോഡും. ഇപ്പൊ നമ്മൾ ഏകദേശം 100 കിലോമീറ്റർ യാത്ര ചെയ്തെങ്കിൽ 100 കിലോമീറ്റർ കയറ്റം ഇറക്കം തന്നെയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ജാർഖണ്ഡിൽ ഓടുമ്പോൾ മൈലേജ് കുറയും അല്ലേ? കയറ്റം കയറി കഴിഞ്ഞാൽ എങ്ങനെ മൈലേജ് കിട്ടാനാ? അങ്ങനെ സാധാരണ മൈലേജിൽ നിന്ന് എത്ര ശതമാനം കുറയും? ഇപ്പൊ ഇതിന്റെ ഡിസ്പ്ലേ കാണിക്കുന്നത് 2 ലിറ്റർ ഡീസലില് 700 മീറ്ററാണ്. 700 മീറ്റർ 1 കിലോമീറ്റർ പോലും ഓടത്തില്ല. അതായത് ഇപ്പൊ ചെറിയൊരു കയറ്റം കയറി വന്നതാണ് നമ്മള്. ഇപ്പോഴാണ് അത് ലെവലായത്. ഇനി അങ്ങ് അറ്റത്ത് ചെറിയ കയറ്റമുണ്ട്. അപ്പൊ വലിയ കയറ്റമാണ്. ആ വണ്ടി കഴിയുന്നില്ലേ? നമ്മളെന്നെ വണ്ടി കൊണ്ട് കഴിയുന്നുണ്ട്. അപ്പൊ ജാർഖണ്ഡിലെ റോഡുകളിൽ നമുക്ക് മൈലേജ് വളരെ വേഗത്തിൽ കുറയും അല്ലേ? നമ്മളിപ്പോഴേ